വായനക്കാരിലേക്ക് പുസ്തകങ്ങൾ നേരിട്ടെത്തിക്കുന്ന പുസ്തകവണ്ടിയുടെ ബുക്ക് കഫേ കാഞ്ഞങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇതേ ചടങ്ങിൽ വെച്ച് വിനു വേലാശ്വരത്തിന്റെ വേൽ രൂപങ്ങൾ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഇന്ത്യയിൽ എവിടെയായാലും ആവശ്യപ്പെടുന്ന ഏത് പുസ്തകവും ലഭ്യതയ്ക്കനുസരിച്ച് പരമാവധി വേഗത്തിൽ വായനക്കാരിലേക്ക് നേരിട്ടെത്തിക്കുന്ന സംരംഭമാണ് പുസ്തകവണ്ടി. വായനയെ ജനകീയമാക്കുക എന്ന സതുദ്ദേശത്തോടെ നബീൻ ഒടയഞ്ചാൽ, ജയേഷ് കൊടക്കൽ എന്നീ യുവാക്കളാണ് പുസ്തകവണ്ടിയുമായി വായനക്കാരിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി പുസ്തക വിൽപ്പന രംഗത്ത് സജീവമായ പുസ്തകവണ്ടി ഇതേ ലക്ഷ്യവുമായി പുതിയൊരു വഴിയിലേക്ക് കൂടി ചുവടുവെച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട്ട് ബുക്ക് കഫേ ആരംഭിച്ചത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് എഴുത്തുകാരായ അംബിക സുധൻ മാങ്ങാടും രാജ്മോഹൻ നീലേശ്വരവും ചേർന്ന് ബുക്ക് കഫേ വായനക്കാർക്കായി തുറന്നുകൊടുത്തു. ഉള്ള ഒരു അടുപ്പം കുറേ പുസ്തകങ്ങൾ കൊടുക്കുക കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഇത് നടന്നു പോകേണ്ടതാണ്, നിലനിന്ന് പോരേണ്ടതാണ് എന്നുള്ള ഒരു ഒരിക്കൽ നബീനെ കൂട്ടിയിട്ട് ഞാനൊരു ഫോട്ടോ ശുലാപ്പകാവിലേക്ക് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് വിളിച്ച് ഞാൻ തിരിച്ചുപോയി ഞാൻ ഗൂഗിൾ പേ സംഖ്യ അയച്ചു കൊടുത്തപ്പോൾ അതിൽ പകുതിയിലധികം സംഖ്യ തിരിച്ച് എനിക്ക് തന്നെ അയച്ചു തന്നു. ഇത്രയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ പെരുമാറുന്ന ഒരാൾക്ക് പുസ്തകവണ്ടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു സന്ദേഹം എനിക്കപ്പോൾ ഉണ്ടായി. പുസ്തകവണ്ടി പബ്ലിക്കേഷൻസിലൂടെ പ്രസിദ്ധീകരിച്ച വിനു വേലാശ്വരത്തിന്റെ വേൽ രൂപങ്ങൾ എന്ന ആദ്യ കവിതാ സമാഹാരവും ഇതേ വേദിയിൽ വെച്ച് വായനക്കാർക്കായി സമർപ്പിച്ചു. എഴുത്തുകാരി PK ഭാഗ്യലക്ഷ്മി DYSP ബാബു പെരിങ്ങേത്തിന് കൈമാറി പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ CP ശുഭ അധ്യക്ഷയായി. ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ യുവകഥാകൃത്ത് VM മൃദുൽ, വാർത്താവായനയിലൂടെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ MG വേദിക, നിരവധി പുരസ്കാരങ്ങൾ നേടിയ വളർന്നുവരുന്ന എഴുത്തുകാരി ശിവദ കൂക്കൽ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു. വിനു വേലാശ്വരം മറുപടി നടത്തി. പുസ്തകവണ്ടിയുടെ സാരഥി നബീൻ ഒടയഞ്ചൽ ആമുഖ ഭാഷണം നടത്തിയ ചടങ്ങിൽ ചന്ദ്രു വെള്ളരിക്കുണ്ട് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.